മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണനെതിരെ വകുപ്പ് തല അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. തോടന്നൂർ AEOയെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി. യൂത്ത് കോൺഗ്രസ് നേതാവ് ദുൽഖിഫിയുടെ പരാതിയിലാണ് നടപടി. ശരത് SS നൽകും വിവരങ്ങൾ. ശരത്ത്, കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനായ ആളാണ് ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണൻ. റിബേഷിനെ പാർട്ടി സംരക്ഷിക്കുമ്പോൾ, ഡിവൈഎഫ്ഐ സംരക്ഷിക്കുമ്പോൾ ഇപ്പോൾ വകുപ്പ് തല അന്വേഷണത്തിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വിനീത സൂചിപ്പിച്ചതുപോലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഇപ്പോൾ റിബേഷ് രാമകൃഷ്ണനെതിരെ വകുപ്പുതല അന്വേഷണത്തിനാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തോടന്നൂർ AEOയ്ക്കാണ് അന്വേഷണ ചുമതല. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് പരാതി നൽകിയിരുന്നു. അതായത് റിബേഷ് രാമകൃഷ്ണൻ ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ആളാണ്, ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച ആളാണ് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ആ പരാതിയിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ റിബേഷ് രാമകൃഷ്ണനെതിരെ വകുപ്പുതല നടപടി വേണമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവ് ദുൽഖിഫിൽ ഇത്തരത്തിൽ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പും ഈ ഒരു ഉത്തരവിൽ പറയുന്നത്. തോടന്നൂർ AEOയ്ക്ക് ഇതിനകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ അന്വേഷണം ആരംഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്നിട്ടുള്ള മറ്റൊരു സംഭവം എന്ന് പറയുന്നത് കേസിലെ ആരോപണ വിധേയനായ മുഹമ്മദ് കാസിമിൻ്റെ മൊബൈൽ ഫോൺ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അത് ഇത്തരത്തിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് നൽകാൻ വേണ്ടിയാണ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത്. നേരത്തെ കാസിം പൂർണ്ണമായും കുറ്റവിമുക്തനാണ് എന്ന് പറയാൻ സാധിക്കില്ല എന്ന് പോലീസ് ഉൾപ്പെടെ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മൊബൈൽ ഫോണിൻ്റെ ശാസ്ത്രീയ പരിശോധന നടത്തുന്നത്. നേരത്തെ സൈബർ സെൽ കാസിമിൻ്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചിരുന്നു. പോലീസും സമാന്തരമായി അന്വേഷണം ത്വരിതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. റിബേഷിന്റെ ഫോണുകളുടെ ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധന നടത്തുന്നു. ഒപ്പം ഇതിൽ ആരോപിക്കപ്പെട്ട മറ്റാളുകളുണ്ട്, പല ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുടെയും അഡ്മിന്മാരുണ്ട്. ഇവരെയൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഏത് ഘട്ടത്തിലെത്തി നിൽക്കുന്നു ഇപ്പോൾ? വിനീത സൂചിപ്പിച്ചതുപോലെ അന്വേഷണം ത്വരിതഗതിയിൽ മുന്നോട്ട് പോകുന്നെന്ന് ഈ ഘട്ടത്തിൽ ഇപ്പോഴും പറയാൻ സാധിക്കില്ല. കാരണം പ്രത്യേകിച്ച് ഇതുവരെ പ്രതികളിലേക്കോ അല്ലെങ്കിൽ കുറ്റക്കാരിലേക്കോ അന്വേഷണ സംഘത്തിന് എത്താൻ സാധിച്ചിട്ടില്ല. നിലവിൽ ആരോപണ വിധേയമായ കാസിമിൽ മാത്രമാണ് അന്വേഷണം നിൽക്കുന്നത്. മറ്റ് റിബേഷ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും സാക്ഷി എന്ന ഭാഗത്താണ് നിൽക്കുന്നത്. ആ രീതിയിൽ അന്വേഷണം അതിൻ്റെ എല്ലാ ഘട്ടത്തിലേക്കും എത്തിയിട്ടില്ല. ശാസ്ത്രീയ പരിശോധന ഫലം വന്നാൽ മാത്രമേ റിബേഷിൽ നിന്നാണോ ഈ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്, അല്ലെങ്കിൽ റിബേഷാണോ സ്ക്രീൻഷോട്ടിൻ്റെ ഉറവിടം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാകൂ എന്നുള്ളതാണ് അന്വേഷണ സംഘം ഉൾപ്പെടെ പറയുന്നത്. പക്ഷേ ശാസ്ത്രീയ പരിശോധനാ ഫലം ദീർഘനാളായ പരിശോധനയ്ക്ക് നൽകിയിട്ട് പക്ഷേ ഇതുവരെ ആ പരിശോധന ഫലം ലഭിച്ചിട്ടില്ല. അതിൻ്റെ സാങ്കേതിക തടസ്സം എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ പറയുന്നത്. പക്ഷേ ഇത്രയും കാലമായി പരിശോധന ഫലം വരാത്തതുകൊണ്ട് തന്നെ പ്രതി ആരാണ് അല്ലെങ്കിൽ ആരാണെന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. അതിൻ്റെ ഒരു നൂലാമാല പറഞ്ഞ് ഇപ്പോഴും അന്വേഷണ സംഘം പ്രതികളിലേക്കോ കുറ്റക്കാരിലേക്കോ എത്തുന്നില്ല എന്ന് വേണം പറയാൻ. എന്തായാലും ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് ആരൊക്കെയാണെന്ന് കോടതിയിൽ തന്നെ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. പോലീസ് സംഘം പല ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുടെയും, അമ്പാടിമുക്ക് സഖാക്കൾ ഉൾപ്പെടെ പല ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ, CPM അനുഭാവമുള്ള ഗ്രൂപ്പുകളുടെ അഡ്മിന്മാർ, അവരുടെയൊക്കെ പേരുകൾ പറയുന്നു. അതിൽ ഒരാളാണ് ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണനും. പക്ഷേ ഈ സ്ക്രീൻഷോട്ട് നിർമ്മിക്കപ്പെട്ടത് എവിടെയാണ് എന്ന ചോദ്യം തന്നെയാണ് ബാക്കിയാകുന്നത്. ശരി, കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണനെതിരെ വകുപ്പുതല അന്വേഷണത്തിന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. തോടന്നൂർ AEOയ്ക്ക് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാവ് ദുൽഖിഫിയുടെ പരാതിയിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടി. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഉൾപ്പെട്ട അധ്യാപകനായ ഡിവൈഎഫ്ഐ നേതാവിനെതിരെ വകുപ്പുതല അന്വേഷണം വരുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ശരത് SS നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും വിശദമായ വിവരങ്ങൾ. ശരത്ത്, ഞാൻ ചോദിച്ചത് ഇതായിരുന്നു, ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തവരെ കുറിച്ച് പോലീസിന് കൃത്യമായ വിവരങ്ങളുണ്ട്. പക്ഷേ ഇപ്പോഴും നിർണായക കാര്യം എന്ന് പറയുന്നത് ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് ആരാണെന്നതാണ്. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിൽ ഭിന്നത ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് ആരാണ് എന്ന ചോദ്യം തന്നെയാണ് ഇപ്പോഴും അവശേഷിക്കുന്നത്. അതിലേക്ക് അന്വേഷണം നീളുന്നേയില്ല എന്നതാണോ മനസ്സിലാക്കേണ്ടത്?
നിലവിൽ ഇപ്പോഴും അന്വേഷണ സംഘം പറയുന്നത് ഈ സ്ക്രീൻഷോട്ടിൻ്റെ ഉറവിടം കണ്ടെത്തണമെങ്കിൽ റിബേഷിൽ നിന്ന്, അതായത് ഏറ്റവും ഒടുവിൽ റിബേഷിലേക്കാണ് അന്വേഷണം എത്തി നിൽക്കുന്നത്. പക്ഷേ റിബേഷിന് ഈ സ്ക്രീൻഷോട്ട് എവിടെ നിന്ന് കിട്ടി, റിബേഷാണോ നിർമ്മിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തണമെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ മൊബൈൽ ഫോണിൻ്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം വേണം. അതിനായുള്ള കാത്തിരിപ്പാണ്. അതിൻ്റെ ഫലം ഇതുവരെ ലഭിച്ചിട്ടില്ല. നേരത്തെ തന്നെ റിബേഷിൻ്റെ ഫോണും അത്തരത്തിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ശാസ്ത്രീയ പരിശോധന ഫലം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയാണ് ഈ അന്വേഷണം ഇപ്പോഴും എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന് ശേഷം ഇതുവരെ അന്വേഷണത്തിൽ മറ്റൊരു പുരോഗതി ഉണ്ടായിട്ടില്ല. എവിടെ നിന്നാണ് ഈ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അതേസമയം ഇതിന് ബദലായി തന്നെ ഇത്തരത്തിൽ കാസിമിൻ്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. നേരത്തെ കാസിം പൂർണ്ണമായും കുറ്റവിമുക്തനാണ് എന്ന് പറയാൻ സാധിക്കില്ല എന്ന് അന്വേഷണ സംഘം കോടതിയിൽ അറിയിച്ചിരുന്നു. കാസിമിന് 9 സിം കാർഡുകളുണ്ട്. ഇതുൾപ്പെടെ പരിശോധിക്കണമെന്നായിരുന്നു അന്വേഷണ സംഘം കോടതിയിൽ അറിയിച്ചത്. പക്ഷേ കാസിം പറഞ്ഞിട്ടുണ്ടായത് തനിക്ക് 6 സിം കാർഡുകൾ മാത്രമാണുള്ളത്, അതിൽ 5 എണ്ണത്തിലാണ് വാട്സപ്പ് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളും കാസിം പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ഈ ശാസ്ത്രീയ പരിശോധന ഫലം ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ ഉറവിടം കണ്ടെത്തുന്നതിൽ പോലീസ് ഇപ്പോഴും ഒരു വ്യക്തത നൽകുന്നില്ല. അല്ലെങ്കിൽ എവിടെ സ്ക്രീൻഷോട്ട് എവിടെ നിന്നാണ് വന്നത്, അതിന്റെ ഉറവിടം എന്താണ് എന്നത് കണ്ടെത്തുന്നതിൽ പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. ഏതായാലും വിദ്യാഭ്യാസ വകുപ്പ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിബേഷ് രാമകൃഷ്ണനെതിരെ ഇപ്പോൾ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. തോടന്നൂർ AU ആയിരിക്കും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുക. പോലീസ് അന്വേഷണവും സമാന്തരമായി നടക്കുന്നുണ്ട്. ശാസ്ത്രീയ പരിശോധനാ ഫലം കിട്ടിയ ശേഷം മാത്രം നിഗമനത്തിലേക്ക് കടക്കാമെന്നതാണ് പോലീസും പറയുന്നത്. ശരത് SS വിവരങ്ങൾ നൽകുകയായിരുന്നു. നമുക്ക് തിരിച്ച്